ഓടുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ തള്ളിയിടുന്നൊരു സാഹചര്യം ഇപ്പോഴില്ല. പക്ഷേ വളരെ ഒരു ട്രിക്കി പൊസിഷനിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെന്ന് പറയാം. കാരണം ഇത്രയും ചെറിയൊരു സ്ഥലത്ത് എങ്ങനെ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കൊണ്ടുവരും. കാലിൽ ഇപ്പോൾ കയറ് കെട്ടുകയാണ് അമൃത. സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനത്തിന് ഇത്തരമൊരു രീതി സ്വീകരിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും അത് നമുക്ക് കാണിക്കാനും ബുദ്ധിമുട്ടാണെങ്കിലും വളരെ വളരെ പ്രത്യേക സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. തീരെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു വ്യക്തി അസഭ്യം പറയുകയും രക്ഷപ്പെടുത്താൻ വന്ന ഉദ്യോഗസ്ഥരെ ഓടുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുകയും ചില്ലും മറ്റ് കഷ്ണങ്ങളും വലിച്ചെറിയുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഈ പ്രദേശത്ത് നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ചികിത്സ നൽകാൻ ഫയർഫോഴ്സിന് മറ്റു മാർഗ്ഗങ്ങളില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകൾ ബന്ധിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തെ താഴെ ഇറക്കിയതിന് ശേഷം ചികിത്സയ്ക്ക് കൊണ്ടുപോകുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കേട്ടാൽ അരയ്ക്കുന്ന ഭാഷയിൽ അദ്ദേഹം ഉദ്യോഗസ്ഥരെ അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും മാധ്യമങ്ങളെയും ഒക്കെ തന്നെ പഴി പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വ്യക്തമായിരുന്നില്ല. എന്ത് കാര്യത്തിനാണ് അദ്ദേഹം കെട്ടിടത്തിന് മുകളിൽ കയറി ഇത്തരത്തിൽ ഒരു ഭീഷണി മുഴക്കിയതൊന്നും വ്യക്തമല്ല. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ വളരെ നിർണായകവും വളരെ റിസ്കി ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരുന്നു അതെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ആൾ വളരെ അക്രമാസക്തമായിരുന്നു. ഈ അക്രമാസക്തരെ ആളെ അനുനയിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് നോക്കി, പക്ഷേ അനുനയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് 2-3 തവണ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് കല്ലും കട്ടയും ഇഷ്ടികയൊക്കെ വാരി എറിയായിരുന്നു. ശരിയാണ്. 1-2 ജീവനക്കാർക്ക് ചെറിയ രീതിയിലുള്ള പരിക്കും ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ നെറ്റ് എറിയുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചത്. അല്ലാതെ വേറൊരു ഇത്രയും അക്രമാസക്ത ഒരാളെ കീഴ്പ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനടങ്ങുന്ന ഒരു 4 പേര് ടെറസിന് മുകളിൽ പോയതിനു ശേഷം അവിടെ നിന്ന് പൊസിഷൻ ഇവിടെ നിന്ന് മനസ്സിലാക്കിയതിനു ശേഷം നെറ്റ് എറിയുകയായിരുന്നു. പൂർണ്ണമായും നമ്മുടെ വരുതിയിലാക്കി വല ഉപയോഗിച്ച് കെട്ടി അയാളെ താഴോട്ട് ഇറക്കുകയാണല്ലേ? അതെ, വല ഉപയോഗിച്ചത് നമ്മുടെ ഫയറിന്റെ റെസ്ക്യൂ നെറ്റാണ്. നമ്മൾ ഇത്തരം ആത്മഹത്യ ഉള്ള പ്രവണതയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ പ്രവണതയുള്ള വ്യക്തികൾ ഇത്തരം അറ്റൻഡ് നടത്തുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെറ്റ് കൂടിയാണ് റെസ്ക്യൂ നെറ്റ്. അതിനേക്കാൾ ഉപരി ജീവനക്കാരുടെ ഒരു മനോബലമാണ് ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ജീവനക്കാരുടെ മനോബലം പ്രധാനപ്പെട്ട കാര്യമാണ്. ചെയ്യാൻ മടിയില്ലാത്ത തരത്തിലാണ് ചെറുപ്പക്കാരൻ നിന്നത് അല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഉടനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം പോലീസിനും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനും നൽകിയിട്ടുണ്ട്. പട്ടാമ്പി സ്വദേശിയാണ്. പട്ടാമ്പി ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധിയായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം ഇത് G+2 ബിൽഡിംഗ്, അതായത് ഗ്രൗണ്ടും പിന്നെ അത് കൂടാതെ ഒരു 2 നിലയുള്ള ബിൽഡിംഗ് ആണ്. സൺഷൈഡിന്റെ വ്യാപ്തി വളരെ കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ മുകളിൽ പോകുന്ന ആൾക്കാർക്ക് ഇദ്ദേഹം ഏത് പൊസിഷനിലാണ് താഴെ നിൽക്കുന്നത് എന്നുള്ളത് നമ്മുടെ ജീവനക്കാരിൽ നിന്നുള്ള കറക്റ്റ് ഉത്തരം ലഭിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അത് കൃത്യമായിട്ട് ജീവനക്കാരത് കോർഡിനേറ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്കതിൽ ഈ വിജയമായി പൂർത്തീകരിക്കാം. എന്തായാലും അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അമൃത, നേരത്തെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് മാത്രമാണ് സാധ്യം. അതാണ് നടത്തിയിരിക്കുന്നത്. 2-4 ബിൽഡിംഗ് ആയിരുന്നു, സൺഷെയ്ഡിലായിരുന്നു മിക്ക സമയവും ഇയാൾ ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഏറെ പ്ലാനിങ് വേണ്ടിയിരുന്നു. അതിനുശേഷം പല ഭാഗങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തുകയും മറഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ നെറ്റ് ഉപയോഗിച്ച് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്പസമയത്തിനകം താഴെ എത്തിച്ച് വാഹനത്തിൽ കൊണ്ടുപോകും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. അതുപോലെ തന്നെ മറ്റ് ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ മറ്റ് ചികിത്സകൾ നൽകുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. അമൃത. ശരി, നടരാജ് പരശുറാമാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ആളുകൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 11:30 മണിയോടുകൂടിയാണ് ഇയാൾ ഈ കെട്ടിടത്തിന് മുകളിലേക്ക് കയറുന്നത്. 3 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ എത്തി ഇയാളെ താഴേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇയാൾ ആരാണ്, എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം, എന്തിനാണ് ഈ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഈ പറയുന്ന പോലെ തുടക്കം തൊട്ട് തന്നെ രക്ഷിക്കാൻ വരുന്നവരെയും മറ്റും അസഭ്യം വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഏതായാലും അയാളെ വലവെച്ച് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെയെത്തി നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞതുപോലെ ചികിത്സ അത്യാവശ്യമാണെങ്കിൽ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ മാറ്റുന്ന കാര്യങ്ങളിലേക്ക് കടക്കും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.